ഗംഗ്നാനിയിലെ ബെയിലി പാലം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BROയും ഒപ്പം സൈന്യവും ഇപ്പോൾ ആ പാലം നിർമ്മിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് നിർമ്മാണം ആരംഭിച്ചത്. പല ഉപകരണങ്ങളും ഈ റോഡ് തകർന്നതുകൊണ്ട് തന്നെ എത്തിക്കാൻ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മാണം ഏകദേശം 9 മണിക്ക് ശേഷമാണ് ആരംഭിച്ചത്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വശത്തെ പില്ലറിന് അടുത്തേക്ക് പാലത്തിന്റെ ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ആ റോഡറിൽ കയറ്റി ഈ പാലം വശത്തേക്ക് തള്ളിവിടുക എന്നുള്ളൊരു ദൗത്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു ലെയർ പൂർത്തിയായാൽ തന്നെ ഇതിന് മുകളിലൂടെ സൈന്യത്തിന് കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് അവിടെ ഈ പാലം ഫിക്സ് ചെയ്ത് നിർത്താൻ സാധിക്കും. ഈ പില്ലറിനടുത്തെല്ലാം തന്നെ നിരവധി അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. വലിയ പാറക്കെട്ടുകൾ, കല്ലുകൾ, ഉരുളൻ കല്ലുകൾ എല്ലാം വന്ന് പതിച്ചു കിടക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഇത് പൂർത്തിയാക്കിയ ശേഷം മുന്നോട്ട് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും റോഡിൽ തടസ്സങ്ങളുണ്ട്. ഭാഗീരഥി പുഴ റോഡിനെ തകർത്ത് അതിന് മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റു റോഡുകൾ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടിയുണ്ട്. അങ്ങനെ ഇവിടെ നിന്നും 35 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും നമുക്ക് ധരാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്താൻ സാധിക്കുക. ഒരു വഴിയില്ലെങ്കിൽ മറ്റൊരു വഴി എന്ന പോലെ വ്യോമമാർഗം വളരെ വേഗത്തിൽ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് 28 മലയാളികളെയും ഉത്തരകാശിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. 350-ലധികം ആളുകളെ ഗംഗോത്രി മേഖലയിൽ നിന്നും താഴെ ഹർഷിലിലെ ക്യാമ്പിലേക്ക് എത്തിച്ച് അവിടെ നിന്നാണ് ഹെലികോപ്റ്ററിൽ കയറ്റി മറ്റിടങ്ങളിലേക്ക് ഡെറാഡൂണിലേക്കും അതുപോലെ തന്നെ മാട്ലിയിലേക്കും എത്തിക്കുന്നത്. അടുത്ത 1-2 ദിവസത്തിനകം എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഈ റോഡ് മാർഗമുള്ള രക്ഷാകരങ്ങൾക്കും ധരയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.